അങ്ങനെ പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനം അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം തിരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ബി.ജെ.പിക്ക് പ്രതീക്ഷ അത്ര ഒരു ഉണർവുണ്ടാക്കാൻ ആ സന്ദർശനം കൊണ്ടായില്ല എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ ഒരു സന്ദർശനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന കാര്യമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വേദിയിൽ സുരേഷ് ഗോപിയെ പൊക്കി പറയുകയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് നിങ്ങൾ പ്രാതിനിധ്യം കൊടുക്കണം, വോട്ട് കൊടുക്കണം എന്നെന്തെങ്കിലുമൊക്കെ പറയുമെന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇത് സുരേഷ് ഗോപിയെ മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, സുരേഷ് ഗോപി എന്നൊരു വാക്ക് പോലും അദ്ദേഹം വേദിയിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. റോഡ് ഷോ സമയത്ത് സുരേഷ് ഗോപിയെ തൊട്ടു പിറകിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ക്യാമറ കണ്ണുകൾ തന്നെ മാത്രമേ കാണാകുള്ളൂ എന്നുള്ളൊരു വാശി ഉണ്ടായതുകൊണ്ട് സുരേഷ് ഗോപിയെ തൊട്ട് പുറകിലാണ് നിർത്തിയിരുന്നത്. അതിനുശേഷം വേദിയിലെത്തി അദ്ദേഹം ഇങ്ങനെ കയ്യെ കൂപ്പി വളരെ മാന്യമായി നിന്നു. എന്നാൽ പോലും മോദി സുരേഷ് ഗോപിയെ മൈൻഡ് പോലും ചെയ്തില്ല. സുരേഷ് ഗോപിയുടെ പേര് പോലും ഒന്ന് എടുത്തു പറഞ്ഞിരുന്നെങ്കിൽ അത് ലോക്സഭാ ഇലക്ഷന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് കാണാമായിരുന്നു. അതുപോലും പറഞ്ഞില്ല. പകരം മോദിയുടെ നടപ്പാക്കാൻ കഴിയാത്ത കുറേ ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടികൾ കഴിഞ്ഞ തവണ അദ്ദേഹം ഇലക്ഷൻ നേരിട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത്തവണയും മോദിക്ക ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മോദി നടത്തിയ പ്രസംഗത്തിന് ഇടെ 18 പ്രാവശ്യമാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് 10 വർഷക്കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി, അതുകൊണ്ട് മോദി എന്ന ഞാൻ ഒരു ഗ്യാരണ്ടിയാണ്. 10 കോടി ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ നൽകി, അതുകൊണ്ട് മോദി എന്ന ഞാൻ ഒരു ഗ്യാരണ്ടിയാണ്. 10 കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം, അതുകൊണ്ട് ഞാനൊരു ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഗ്യാരണ്ടി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് തൃശ്ശൂരിൽ വന്ന് അദ്ദേഹം ആ ഒരു പ്രസംഗം നടത്തിയത് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യയിലടക്കം വനിതാ പ്രമുഖരെ മാത്രം വേദിയിൽ ഇരുത്തിക്കൊണ്ട് നടത്തിയ ഒരു സമ്മേളനമായതുകൊണ്ടാകാം സുരേഷ് ഗോപിയുടെ പേര് പറയുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വനിതാ വേദിയിൽ സുരേഷ് ഗോപി ഇരുത്തിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നത് കണ്ട് ബി.ജെ.പിയുടെ അവിടെയുള്ള സ്ത്രീകളുടെ വോട്ടുകളെല്ലാം നേടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ആ വേദിയിൽ സുരേഷ് ഗോപി ഇരുത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സുരേഷ് ഗോപി എങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എൻ്റെ പേര് ഒരിടത്തെങ്കിലും ആ പ്രസംഗത്തിനിടെ ഒന്ന് പരാമർശിച്ചിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നേനെ എന്നുള്ളൊരു കാര്യം. കാരണം ഇതിൽ സ്ത്രീജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു സ്ത്രീ സദസ്സ് അവിടെ സംഘടിപ്പിക്കുകയും അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും അവിടെ പ്രവർത്തകരെയൊക്കെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയോ ഇല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പറ്റിയോ യാതൊരു അക്ഷരവും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഒരക്ഷരം പറഞ്ഞതുമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹം സുരേഷ് ഗോപിയെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും ശരി. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തുകൾ തുടങ്ങിയ സുരേഷ് ഗോപിക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന തരത്തിലാണ് വിലയിരുത്തൽ വരുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിച്ച സുരേഷ് ഗോപി തന്റെ പേര് പോലും പറയാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല എന്നാണ് ട്രോളുകൾ പറയുന്നത്. എന്തായാലും വീണ്ടും മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നിട്ടൊന്നുമില്ല. പ്രധാനമായും ഗുസ്തി താരങ്ങൾ അടക്കമുള്ള വനിതകൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറാകാത്തതും ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ സുരേഷ് ഗോപിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പൊക്കി 2 വാക്ക് പറയാനോ ഒന്നും മോദി തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ അത് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ബി.ജെ.പിയുടെ ആഭ്യന്തര റിപ്പോർട്ടിൽ സുരേഷ് ഗോപി തോൽക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെറുതെ ബൂസ്റ്റ് ചെയ്ത് നാണം കെടണ്ട എന്ന് ചിന്തിച്ചിട്ടുകൊണ്ടാണോ മോദി സുരേഷ് ഗോപിയുടെ പേര് പറയാഞ്ഞത് എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും തൃശ്ശൂർ നടന്ന ഈ ഒരു സമ്മേളനത്തിൽ പ്രയോജനമുണ്ടാക്കിയത് മോദിയാണെന്ന് പറയേണ്ടി വരും. എല്ലാ തവണയും ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മോദി പ്രഭാവം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം തൃശ്ശൂരിൽ നടത്തിയത്. അതേസമയം അതിന്റെ ഗുണഭോക്താക്കളാകേണ്ട സുരേഷ് ഗോപിക്ക് പറ്റിയിട്ട് ഒരു കാര്യം പോലും പറയാഞ്ഞത് അത്രയേറെ മോശമായി പോയി എന്നാണ് ബി.ജെ.പി പ്രവർത്തകർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.